Hotel Joyce Palace Focus. This program is sponsored by Happy Land Water Theme Park Thiruvananthapuram in association with Al-Falah Group of Hotels, Hotel Dubai International, Periyar Rice, Samson and Sons, Builders and Developers, Trivandrum. Samtrupti 100% pure coconut oil. Pavilion Rice Bran Oil. ഫോക്കസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഫോക്കസിന്റെ ആദ്യ സെഗ്മെന്റ് ആയ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഗെയിം ഷോ കണ്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രേക്ഷകർക്കും സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന പാർപ്പിടം സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഫോക്കസിന്റെ സാംസൺ ആൻഡ് സൺസ് അവതരിപ്പിക്കുന്ന പാർപ്പിടത്തിൽ ഗെയിം ഷോയില് നിങ്ങൾക്കറിയാം എന്നും വ്യത്യസ്തമായ ഫാമിലീസ് ആണ് കടന്നെത്തുന്നത്. ഇന്നും അതുപോലെ വ്യത്യസ്തമായ ഒരു ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട്. പേരെന്താണ്? പ്രശാന്ത്. ഓക്കെ. സിജി. മോന്റെ പേരെന്താണ്? ഷാൻ. ഉമ്മയുടെ പേര്? കുഞ്ഞുങ്ങളുടെ പേര് എന്തൊക്കെയാണ്? ഷാനിദ. ആ. അനീഷ്. ആ. സോന. ഓക്കെ. നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടുവോ? ഇല്ലേ, നാണാണോ എല്ലാവർക്കും? പാട്ട് പാട്, പെട്ടെന്ന് മോളൊരു പാട്ട് പാടിയേ. കുന്നിലം കൈ വീശിനി തോണിയേറിപ്പോയില്ലേ വീഴാതെ കണ്ണിരന്നു മിന്നി തേമൊഴി വീഴാതെ നേറുന്നു ഓർമ്മകൾ പെയ്ത്തിലെ എന്നെ വിട്ടിട്ടെന്നെ പോയി മഞ്ചാടിക്കുരുവി. എല്ലാരും കൂടി നല്ലൊരു കൈഡി കൊടുത്ത മോള് നന്നായിട്ട് പാടിയിട്ട്. ഓക്കെ. എന്താ ചെയ്യുന്നത്? ഒരു കമ്പനി വർക്കാണ്. ഏത് കമ്പനിയാണ്? കമ്പനികൾ. എന്ത് ഏത് സെക്ഷനാണ്? ചിക്കൂസ് എന്ന് പറയുന്ന ആട്ടയുടെ ഓൾ കേരള ചാർജാണ്. ഇതായിട്ട് വർക്ക് ചെയ്യാണ്. വേറെല്ലാവരും വീട്ടമ്മമാരാണ്? വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ബ്രിട്ടാനിയയിലെ വർക്ക് ചെയ്യുന്നത്. ഒരു കുടുംബത്തില് ഒരു വീട്, അത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലുള്ള സ്വപ്നങ്ങളായിരിക്കും. എന്തായാലും പ്രശാന്തന്റെ സ്വപ്നം എന്താണ് വീടിനെ കുറിച്ച്? സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഉള്ള വീട് പൂർണ്ണ സംതൃപ്തിയാണോ? ആണോ? എങ്ങനെ, എത്ര മുറികളുള്ള വീടാണ് ഇപ്പൊ വെച്ചത്? 3 റൂമുള്ള വീടാണ്. എങ്ങനെയാണ്? ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ കാര്യത്തിൽ? എങ്ങനെയാണ് ഉമ്മയ്ക്ക് വീടിന്റെ കാര്യത്തിൽ ഇനിയും ആശകളുണ്ടോ? വീട്ടിൽ മോഡിഫിക്കേഷൻ നടത്തണമെന്നുണ്ടോ? ആശകളൊക്കെ ഉണ്ട്. വേറെ വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ പാർപ്പിടം സെഗ്മെന്റിൽ ഇവരോടുള്ള ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സാധാരണ നമ്മളൊരു വീട് വാങ്ങിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാഷ് തികയാതെ വന്നാൽ ഒരു ബാങ്കിൽ ചെന്ന് നമ്മൾ ലോൺ എടുക്കും. അപ്പോൾ നമ്മളത് ഓരോ മാസത്തവണകളായി അടയ്ക്കും. അങ്ങനെ അടയ്ക്കുന്നതിന് പറയുന്ന പേരാണ് EMI. അപ്പോൾ അതിന്റെ EMIയുടെ പൂർണ്ണ രൂപം എന്തെന്നാണ്? വളരെ ഈസി ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിച്ചെത്തിട്ടാണ് ചോദിക്കുന്നത്. EMIയുടെ പൂർണ്ണ രൂപം? ഇൻസ്റ്റാൾമെന്റ് മന്ത്ലി ഇൻകം. ഇൻസ്റ്റാൾമെന്റ് മന്ത്ലി. ഞാൻ ചോദിച്ചത് EMIയുടെ ഫുൾ ഫോം ആണ് ഈച്ച് മന്ത് ഇൻസ്റ്റാൾമെന്റ്. ഈസി മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. വേറെന്തെങ്കിലും ഉത്തരവുണ്ടോ? ഇല്ല. ഇൻവെസ്റ്റ്മെന്റ്. ഈസി മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഈസി മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇൻസ്റ്റാൾമെന്റ് അല്ല. ഇൻസ്റ്റാൾമെന്റ് ആണോ? ഈസി മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. EMI എന്നുള്ളതിന്റെ ഫുൾ ഫോം ഈസി മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ആണോ ഇൻസ്റ്റാൾമെന്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. അപ്പൊ ആ ചേച്ചി ഉറപ്പിച്ച് ഇൻസ്റ്റാൾമെന്റ് ആണ്. ഉറപ്പിച്ച് തീരുമാനിച്ചു. എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചു ഇൻസ്റ്റാൾമെന്റ് ആണെന്ന്. എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. ഈസി മന്ത്ലി ഇൻസ്റ്റാൾമെന്റും ഈസി മന്ത്ലി ഇൻവെസ്റ്റ്മെന്റുമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആൻസർ ഇവർക്കുണ്ടോ നോക്കാം. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. ഈക്വലായി. അപ്പൊ ഈസിയെ വിട്ടു. ഈസിയെ ഡൈവേഴ്സ് ചെയ്ത് ഇപ്പം ഈക്വലിലേക്ക് പിടിച്ചിരിക്കുകയാണ്. എല്ലാവരും ഈക്വലിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള സമ്മാനങ്ങളുണ്ട്. ഒപ്പം ഒരു ചോദ്യം കൂടി. ഏറ്റവും കൂടുതൽ, ഇപ്പം സാധാരണ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള ബാങ്ക് ഏതാണ്? അതിനി മൊത്തത്തിൽ നോക്കിയാലോ അല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിരുന്നുണ്ടെങ്കിലോ അല്ലാത്ത രീതിയിൽ ഗവൺമെന്റ് ഏത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ബാങ്ക്. ഒരുപാട് ബാങ്ക്സ് അറിയില്ല. ഏതെങ്കിലും ഒരു ബാങ്കിന്റെ പേര് പറയാമോ? ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഇപ്പം കാണുന്ന ഉമ്മ കണ്ടിട്ടുള്ള ഏതാണ്? ഫെഡറൽ ബാങ്ക്. ഓക്കെ. ഉമ്മക്ക് ഏതാ തോന്നുന്നത്?
ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്ക്. ഇവിടെ SBI, SBT, SBI. അങ്ങനെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ബാങ്ക് ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനുത്തരം രണ്ടുപേര് പറഞ്ഞ ഉത്തരം തന്നെയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI എന്നുള്ളതാണ് ഇതിനുള്ള ഉത്തരം. അപ്പോൾ അതിനിടയിലും ഇവർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. രണ്ട് കാര്യങ്ങൾക്ക് ഈസി മാറ്റി ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് EMI എന്നുള്ളതും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ബാങ്ക് SBI ആണെന്നും ഉത്തരം പറഞ്ഞുകൊണ്ട് തന്നെ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന പാർപ്പിടത്തിൽ, ഫോക്കസിന്റെ പാർപ്പിടത്തിൽ ഇനി ഇവർക്കുള്ള സമ്മാനം നൽകാനുള്ള അവസരമാണ്. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ പാർപ്പിടത്തിൽ കൃത്യമായ ഉത്തരം പറഞ്ഞ ചേട്ടന്, എന്തായാലും നമ്മുടെ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞ ചേട്ടന് പെരിയാർ ഹോൾ വീറ്റ് ആട്ട സമ്മാനമായി ഉണ്ട്. ഒപ്പം ഇവിടെ SBI ആദ്യം കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ സംതൃപ്തി നൽകുന്ന ശുദ്ധമായ എണ്ണ സമ്മാനമായുണ്ട്. ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്ക് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട്. ഒപ്പം മുതിർന്നവർക്കും ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്കിൽ പോകാവുന്നതാണ്. നിങ്ങൾക്കും അടിച്ചു പൊളിക്കാവുന്നതാണ്. അടുത്ത ആഴ്ച വ്യത്യസ്തമായ മറ്റൊരു ഫാമിലിയുമായി കാണുന്നതുവരെ ദിസ് ഇസ് പ്രതീഷ് ശേഖർ സൈനിങ് ഓഫ് ഫ്രം സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ നിങ്ങളുടെ സ്വന്തം പാർപ്പിടത്തിൽ നിന്ന് ബൈ. ഹോമിയോ മെഡിസിനെ കുറിച്ച് പറയാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യൻ ഹോമിയോ കെയറിലെ ഡോക്ടർ അഭിലാഷ്. ഹോമിയോപ്പതിയിലൂടെ ചികിത്സിച്ച് മാറുന്ന രോഗങ്ങൾക്ക് കാലതാമസം വരുന്നു. ഇതിനെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? കാലതാമസം എടുക്കുന്ന അസുഖങ്ങൾ അത് ഏത് കാറ്റഗറിയിൽ പെട്ടെന്നുള്ള രീതിയിൽ നോക്കണം. അതും കാലതാമസം എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, കാലതാമസം എങ്ങനെയാണ് കുറയുന്നത് എന്നുള്ള കാര്യവും പറയാം. ഇപ്പോൾ കാലതാമസം എടുക്കുന്ന അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ആസ്മയുണ്ട്. ആ കുട്ടിക്ക് ആസ്മ കൊണ്ടുവന്നതിന് ശേഷം ആ കുട്ടിക്ക് വർഷങ്ങളായിട്ടുള്ള ആസ്മയാണ്, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണുള്ള കുട്ടിയാണ്. കിഡ്നി സ്റ്റോണുള്ള കുട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് കിഡ്നി സ്റ്റോൺ. അതിന് ഒരു ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊണ്ടോ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് മാറ്റാനായിട്ട് ഒരു ഡോക്ടറും ശ്രമിക്കത്തില്ല. കാരണം നമ്മൾ മാനസികമായും ശാരീരികമായും വൈകാരികമായും സാമ്യതയുള്ള മെഡിസിനാണ് കൊടുക്കുന്നത്. അതിന് കുറച്ച് സമയമെടുക്കും അത് ആക്ട് ചെയ്ത് വരുന്നതിന്. പിന്നെ കാലതാമസം എങ്ങനെയാണ് തോന്നുന്നതെന്നുള്ളത്, ഇപ്പോൾ ആസ്മയായിട്ട് വന്ന ഒരു കുട്ടിക്കെന്ന് പറയുമ്പോഴത്തേക്കും വേറെ മരുന്നുകൾ കൊടുക്കുകയാണെന്ന് വെച്ചു. ഒരു ആസ്മയുള്ള കുട്ടിക്ക് ഇന്ന് ആസ്മ വന്നു, ഇന്നൊരു മരുന്ന് കൊടുത്തു, ആ കുട്ടിക്ക് 2 ദിവസം കുറഞ്ഞു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വീണ്ടും മരുന്ന് കൊടുത്തു. അപ്പോൾ ആ മരുന്ന് കൊടുക്കുന്നത് ഏകദേശം വർഷങ്ങളോളം നീളും. 4-5 വർഷം കഴിഞ്ഞതിന് ശേഷവും കുട്ടിക്ക് ആസ്മയ്ക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആ മരുന്നിൻ്റെ ഡോസ് ഏൽക്കാതെ വരുമ്പോഴത്തേക്കും ഹയർ ഡോസിലോട്ട് പോകും. പിന്നെ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, അങ്ങനെ പിന്നെ അതിൻ്റെ രോഗപ്രതിരോധ ശക്തിയെ നശിപ്പിക്കാനുള്ള മരുന്നുകൾ കൊടുക്കും. അങ്ങനത്തെ രീതിയിലാണ്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് 10-20 വർഷം എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹോമിയോപ്പതി മരുന്നുകളിൽ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് കാലതാമസം എന്ന് പറയും. ഇപ്പോൾ ആസ്മ വരുന്ന കുട്ടിക്ക് ആ കുട്ടിയോട് പറഞ്ഞു ഈ രീതിയിലുള്ള മരുന്നുകളാണ് നിങ്ങൾക്ക് ചിലപ്പോൾ 1 മാസത്തിനകത്തോ 2-3 മാസത്തിനകത്ത് മാത്രമേ മാറത്തുള്ളൂ, അതുവരെ നിങ്ങൾ മരുന്ന് കഴിക്കണം. ഈ 2-3 അല്ലെങ്കിൽ 6 മാസത്തിനെയാണ് രോഗികൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലതാമസമാണ്. പക്ഷേ ഈ ഹോമിയോ മരുന്നുകൾ 2-3-4 മാസം ഇങ്ങനെ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ഈ ആസ്മയുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വരുന്ന സ്പേസിങ് ഗ്യാപ്പ് വളരെ കുറയും. ആഴ്ചതോറും വന്നിരുന്ന കുട്ടിക്ക് മാസങ്ങളോളമായി. അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ക്യൂറുള്ളത്, ഏറ്റവും കൂടുതൽ കാലതാമസം, ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഏതാണ്? അതായത് ഒരാഴ്ച കൂടുമ്പോൾ ആസ്മ വന്നിരുന്ന കുട്ടിക്ക് മാസങ്ങളോളമായി. പിന്നെ അത് വീണ്ടും മരുന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. പോട്ടെ, ഒരു വർഷം എടുത്തു ഹോമിയോപ്പതി മരുന്നിലൂടെ ഈ ഗ്യാപ്പ് കൂടി ആസ്മ പൂർണ്ണമായും മാറാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പ്രവർത്തിച്ചത് ഏത് മരുന്നാണ്? ഹോമിയോ മരുന്നുകളാണ്. 1 വർഷത്തോളം ട്രീറ്റ് ചെയ്തു, പക്ഷേ ആസ്മയിൽ നിന്ന് കുട്ടി മോചിതയായി. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും ആസ്മയ്ക്ക് ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വർഷങ്ങളോളം ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറുന്നില്ല. ഇപ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് ആയാൽ പോലും ഡയബറ്റീസ് മെലിറ്റസിന് ഒരു നോർമൽ റേഞ്ചിൽ നിൽക്കുന്ന, അതായത് HbA1c, C-പെപ്റ്റൈഡ് അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ബീറ്റാ സെൽസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ല കഴിവുള്ള ആ ഒരു പാൻക്രിയാസ് ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കുറച്ച് നാൾ ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് മാറും. പക്ഷേ മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും ഡയബറ്റീസിനുള്ള മരുന്നുകൾ ജീവിതാവസാനം വരെ കഴിക്കുന്നു. അതിനിടയിൽ അതിൻ്റെ കിഡ്നിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ് അത് പിൻവലിക്കുന്നു. അല്ലാത്ത രീതിയിൽ മരുന്നുകൾ ഇങ്ങനെ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വർഷത്തിനകത്ത് അസുഖം മാറുന്നതാണോ അതോ 10-20 വർഷത്തിനകത്ത് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതാണോ കാലതാമസം? അപ്പോൾ അതിലാണ് ആ ഒരു തെറ്റിദ്ധാരണ വരുന്നതെന്ന് പറഞ്ഞത്. രോഗത്തെ പൂർണ്ണമായും മാറ്റാനെടുക്കുന്ന സമയമെന്ന് പറയുന്നത് കുറച്ച് മാസങ്ങളാണ്. പക്ഷേ എത്രയോ നാളുകൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നാലും രോഗിക്ക് അപ്പം വരുമ്പോഴത്തേക്കും അപ്പം കുറയുന്ന ഒരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് അവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ.
ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. നിങ്ങളുടെ മനസ്സും ശരീരവും ഉണർവുള്ളതാക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം ഹോട്ടൽ ജോയ്സ് പാലസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഹോട്ടൽ ജോയ്സ് പാലസ്. ജോയ്സ് പാലസ് ഹൈ ലക്ഷറി ബിസിനസ് ഹോട്ടൽ, TB റോഡ്, തൃശൂർ. Homes no one wants to leave. Samson and Sons, Builders and Developers, Trivandrum. എന്റെ ആരോഗ്യമാണ് എന്റെ സംതൃപ്തി. എന്റെ ടേസ്റ്റാണ് എന്റെ സംതൃപ്തി. എന്റെ സൗന്ദര്യമാണ് എന്റെ സംതൃപ്തി. എന്റെ കുടുംബത്തിന്റെ സന്തോഷമാണ് എന്റെ സംതൃപ്തി. Ecotech Roasted Micro Processing Filter Agmark. ഇവ നിങ്ങളുടെ സംതൃപ്തിയെ ഏറ്റവും മികച്ചതാക്കുന്നു. സംതൃപ്തി 100% പ്യൂർ കോക്കനട്ട് ഓയിൽ. ഇന്നത്തെ റെസിപ്പി കണ്ടു നോക്കൂ. ദുബായ് വൈഡ് റേഞ്ച് റെസ്റ്റോറന്റ്. നമസ്കാരം ചേട്ടാ. അപ്പം പച്ച പൈനാപ്പിൾ പച്ചടി അല്ലേ? എന്തൊക്കെയാണ് ഇതിനാവശ്യമായിട്ട് ചേരുവകൾ? ഇത് പൈനാപ്പിൾ അരച്ച് വെച്ചിരിക്കും. പച്ച പൈനാപ്പിൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് തേങ്ങ, കടുക്, അരപ്പാണ് അല്ലേ? എന്തൊക്കെയാണ് അതിനകത്ത്? തേങ്ങ, കടുക്, ജീരകം, പച്ചമുളക്. ഓക്കെ, അങ്ങനെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണത്. ഓക്കെ, കറിവേപ്പില, വെളിച്ചെണ്ണ, മുളക് പൊടി. അത് കാശ്മീരി മുളകാണോ? കാശ്മീരി മുളക്. കളർ കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാര, തൈര്, കടുക്. അത് താളിക്കാനായിട്ട് കടുകും വറ്റൽ മുളകും. അതൊക്കെ ഇവിടെ ഉണക്കി ഉണ്ടാക്കുന്നതാണ്. ഇവർ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മുളകാണ് ഇതെല്ലാം. അതുപോലെ തന്നെ പിന്നെ മുന്തിരി ചേർക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ ചേട്ടാ. ആദ്യം വെളിച്ചെണ്ണ അല്ലേ? വെളിച്ചെണ്ണ ശകലം, വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ വെളിച്ചെണ്ണ. അരപ്പ്, അതായത് തേങ്ങയും കടുകും ജീരകവും പച്ചമുളകും ഇട്ട് അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് ആദ്യം എണ്ണയിലിട്ട് നമ്മൾ വഴറ്റുകയാണ് അല്ലേ? എന്നിട്ട് അതിന്റെ പച്ചച്ചുവ മാറണം. അതിനുശേഷം പൈനാപ്പിള്, അതിനുശേഷം മഞ്ഞൾപ്പൊടി ലേശം മതി, വളരെ കുറച്ച്. മുളക് പൊടി, അത് കാശ്മീരി മുളകാണ് ഇവിടെ പൊടിച്ചത് അല്ലേ? എത്ര വേണം? 1/4 ടീസ്പൂൺ. പച്ചരി സാധാരണ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന കാര്യമാണെന്ന് തോന്നുന്നത് അല്ലേ? അല്ലെങ്കിൽ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അങ്ങോട്ട് പുളിച്ചു പോകും. അപ്പൊ അത് പാടില്ല. ഏറ്റവും സദ്യ ഒരുക്കുന്നത് തൊട്ട് മുമ്പാണ് നമ്മൾ പച്ചരിയൊക്കെ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ചൂടാറിയതിന് ശേഷം, ഈ അരപ്പ് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ തൈര് ചേർക്കുന്നത് അല്ലേ? ശകലം പഞ്ചസാര ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശകലം പഞ്ചസാര മതിയോ? ശകലം കൂടി. ഓക്കെ, പച്ചരിയുടെ കളർ ഒരു യെല്ലോ കളറായിട്ടുണ്ട്. മുളകും എല്ലാം കൂടി ചേർന്ന് അല്ലേ? മഞ്ഞൾപ്പൊടിയും അതിന്റെ കളറൊക്കെ കൂടി ചേർന്ന്. ഇനി എന്താണ് ഇതിന്റെ? ഇനി ഇത് മുന്തിരി 4-5 മുന്തിരി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി എന്താണ് ചേട്ടാ ഇതിന്റെ അടുത്തത്? ഇനി ഒരു താളിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ അരപ്പ് നമ്മൾ തിളച്ചല്ലോ, ഇനി അത് മാറ്റി വെക്കണം അല്ലേ? പിന്നെ നമുക്ക് താളിച്ചെടുക്കണം അല്ലേ? അപ്പൊ പാൻ ചൂടായി, വെളിച്ചെണ്ണ താളിക്കാൻ ആവശ്യമായിട്ട് കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, കടുക് കുറച്ച് വറ്റൽമുളക് അല്ലേ? കറിവേപ്പില, കറി ലീവ്സ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത്, അതിന്റെ സ്മെല്ല് പോകാതിരിക്കാൻ അല്ലേ? അതിനുശേഷം ഈ അരപ്പിലേക്ക് നമ്മൾ ഈ താളിപ്പ് അങ്ങോട്ട് ചേർക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ തൈര് ചേർക്കുന്നത് അല്ലേ? അത് ഇവിടെ ഉണ്ടാക്കിയ തൈരാണ്, ഫ്രഷ് മിൽക്കിൽ നിന്ന് ഉണ്ടാക്കിയ തൈര്. അങ്ങനെ നമ്മളത് ചേർക്കുകയാണ്. അപ്പോൾ ആ തൈരിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് ചൂടാറണം. അതിനുശേഷം തൈര് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പച്ചടി റെഡിയല്ല. ഓക്കെ, അപ്പം നമ്മുടെ പച്ചടിക്ക് പച്ച പൈനാപ്പിൾ അൽക്കൈൻ മാൾ വൈഡ് റേഞ്ച് സ്പെഷ്യൽ പച്ച പൈനാപ്പിൾ പച്ചടിക്ക് ആവശ്യമായ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് തൈര് ആഡ് ചെയ്യാം അല്ലേ? നല്ല കട്ട തൈരാണ്.
അത് ആഡ് ചെയ്തു. തണുത്തതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക, പ്രത്യേകം ഓർക്കുക. ഏകദേശം 1 കപ്പോളം തൈര് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അൽക്കൈൻ മാൾ വൈഡ് റേഞ്ച് സ്പെഷ്യൽ പച്ച പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിംഗ് പാനിലേക്ക് മാറ്റാം. ആ പുളി, മധുരം എല്ലാം കൂടി ഞാനിത് എത്ര വിചാരിച്ചു അതിനേക്കാൾ 1 പടി മുന്നിൽ നിൽക്കുന്നു. അത്ര നല്ലൊരു പച്ചടി. കഷണ്ടിയുള്ളവർ വിഷമിക്കേണ്ട. കാണൂ ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഹെയർ ഫിക്സിംഗ് നെയിം ഇൻ കേരള, ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. ഹെയർ ഫിക്സിംഗ് രംഗത്തെ വിശ്വസ്ത നാമം ഗേറ്റ്വേ ബ്യൂമോൺസ്. 19 വർഷത്തെ സേവന പാരമ്പര്യം, ലക്ഷത്തിൽ പരം സംതൃപ്തരായ കസ്റ്റമേഴ്സ്. സൗന്ദര്യ സങ്കല്പങ്ങളിൽ തലമുടിയുടെ സ്ഥാനം ചെറുതല്ല. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അഴകേകുവാൻ ഏറെ വൈവിധ്യമാർന്ന ഒരു സ്ഥാപനമാണ് ഗേറ്റ്വേ ബ്യൂമോൺസ്. കൊച്ചു പിള്ളേർക്കൊക്കെ ഇപ്പം മുടി പോകാൻ തുടങ്ങി. നമ്മുടെ അടുത്ത് സാധാരണ 19 വയസ്സ് മുതൽ പയ്യന്മാർ വരാനുണ്ട്. ഈ പുള്ളിക്ക് ഇച്ചിരി കൂടുതലാണ്, 24 ഇയേഴ്സാണ്. എന്നാലും സ്വാഭാവികമായി ഒരു 27 ആകുമ്പോഴാണ് ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുള്ളത്. ബട്ട് ഈ പയ്യനിപ്പോൾ 24 വയസ്സിൽ തന്നെ ഏകദേശം മൊത്തം പോയി. അപ്പം പുള്ളിക്ക് ഭയങ്കര നാണക്കേട്. നമ്മൾ ഒരു പരുവത്തിൽ പുള്ളിയെ പിടിച്ച് ക്യാമറയുടെ മുമ്പിൽ ഇരുത്തിയിട്ടുണ്ട്. തൊപ്പിട്ടുകൊണ്ടാണ് സാധാരണ പുള്ളി നടക്കാറ്. തൊപ്പിയിട്ട് ആരെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ല. തൊപ്പി ഇട്ടിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളാണ്. ഭയങ്കര നാണമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വെളിയിലിറക്കാൻ പറ്റില്ല. ബട്ട് പുള്ളി ഈ ഭാഷക്കാരനല്ലാത്തത് കൊണ്ട് പുള്ളി ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വിധത്തിൽ നമ്മൾ പിടിച്ചിരുത്തിയിട്ടുണ്ട് പുള്ളീനെ. അപ്പം പുള്ളിയുടെ പ്രശ്നം നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കി. ഇത് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്ന ഒരു ഹെയർ ഫിക്സിംഗ് ആണ്. എല്ലാവർക്കും സാധാരണ ഒരേ സ്റ്റൈല്, ഇങ്ങനെ സൈഡിലോട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈല് കൊടുത്തൊരു വിഗും വെച്ച് വിടുന്ന പരിപാടിയില്ല. ഇതെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഒരു സ്റ്റൈലിൽ, 24 വയസ്സെന്ന് പറഞ്ഞാൽ പയ്യന്മാരുടെ സ്റ്റൈലിൽ ചെയ്യുന്ന ഒരു ഫിക്സിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ലൈവായിട്ട് കാണും നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഞങ്ങൾ ഫിക്സ് ചെയ്ത്. മോസ്റ്റ് ട്രസ്റ്റഡ് ഹെയർ ഫിക്സിംഗ് നെയിം ഇൻ കേരള, ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. നോക്ക് സർ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാണ് നമ്മൾ പിള്ളേർ സ്റ്റൈൽ എന്ന് പറയുന്നത്. സ്പൈക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ വിഗ് വെക്കാൻ പറ്റുമോ? ഇത് വിഗല്ല. ഹെയർ ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ സ്പൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് ഞങ്ങൾ മുടി വെച്ചതാണ്? ഇത്ര പെർഫെക്ഷനോടുകൂടി ഞങ്ങൾ ചെയ്തു തരും. ഇദ്ദേഹം മെയിൻ ടെക്നീഷ്യനാണ്. ഇദ്ദേഹം പുള്ളി നല്ല ഫിനിഷിങ്, ഫിലിം സ്റ്റാർസിനൊക്കെ ഇദ്ദേഹമാണ് ചെയ്യുന്നത്. അങ്ങനെ ഗേറ്റ്വേ ബ്യൂമോൺസിൽ എല്ലാം ട്രെയിൻഡ് സ്റ്റാഫാണ്, എല്ലാം എക്സ്പെർട്ടൈസ്ഡ് ആൾക്കാരാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് തരാനുള്ള കഴിവുള്ള മിടുക്കന്മാരെ ടെക്നീഷ്യൻസ് നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലുണ്ട്. ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളത്തോ മെയിൻ സ്ഥലത്ത് വന്നാൽ മാത്രമേ നന്നായിട്ട് ചെയ്തു കിട്ടൂ, അങ്ങനൊന്നുമില്ല. നമ്മുടെ തിരുവനന്തപുരം മുതൽ കാഞ്ഞങ്ങാട് വരെ ഉള്ള എല്ലാ ബ്രാഞ്ചസിലും, പ്ലസ് ബാംഗ്ലൂരിലും ഡൽഹിയിലും എല്ലാം എക്സ്പെർട്ടൈസ്ഡ് ടെക്നീഷ്യൻസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കണ്ടല്ലോ, ഈ മെറ്റീരിയൽ ഇമ്പോർട്ടഡ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന നല്ല അസൽ മെറ്റീരിയലാണ്. അല്ലാതെ ചുമ്മാ ലോക്കൽ സാധനം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, അത്രയ്ക്ക് പെർഫെക്ഷനുള്ള ജെന്യൂൻ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ് ചെയ്യുന്നത്. മോസ്റ്റ് ട്രസ്റ്റഡ് ഹെയർ ഫിക്സിംഗ് നെയിം ഇൻ കേരള, ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. സ്നാനം അഥവാ കുളി ഭാരതീയന്, പ്രത്യേകിച്ച് കേരളീയന് ഒഴിച്ചുകൂടാനാവാത്ത ശീലമാണ്. മനുഷ്യരുടെ ആരോഗ്യ പരിപാലനത്തിന് കായികാഭ്യാസത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അതിലൊന്നാണ് നീന്തൽ അഥവാ സ്വിമ്മിംഗ്. Gateway View Mount is perfect.
ജനങ്ങളുടെ വിധിയെഴുത്തിൽ എന്നും നമ്പർ 1 ഉയരങ്ങളിലേക്ക് എത്തിയ ഗേറ്റ് വേ ബ്യൂമോൺസ് വിവിധ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഇതിനോടകം നേടിക്കഴിഞ്ഞു. ദി മോസ്റ്റ് ട്രസ്റ്റഡ് ഹെയർ ഫിക്സിംഗ് നെയിം ഇൻ കേരള, ഗേറ്റ് വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. നിങ്ങളുടെ മനസ്സും ശരീരവും ഉണർവുള്ളതാക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം ഹോട്ടൽ ജോയ്സ് പാലസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഹോട്ടൽ ജോയ്സ് പാലസ്. ജോയ്സ് പാലസ് ഹൈ ലക്ഷറി ബിസിനസ് ഹോട്ടൽ, TB റോഡ്, തൃശൂർ. Al-Falah Group of Hotels, Hotel Dubai International. Hotel Dubai International, Press Road, Trivandrum. കൊളസ്ട്രോളിനെയും ക്യാൻസറിനെയും വരെ പ്രതിരോധിക്കാൻ കഴിവുള്ള പവിഴം റൈസ് ബ്രാൻ ഓയിൽ ഉള്ളപ്പോൾ എന്തിന് മറ്റൊരു ഓയിലിനെ കുറിച്ച് ചിന്തിക്കണം? ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സമൂഹം. പവിഴം റൈസ് ബ്രാൻ ഓയിൽ. എന്റെ ആരോഗ്യമാണ് എന്റെ സംതൃപ്തി. എന്റെ ടേസ്റ്റാണ് എന്റെ സംതൃപ്തി. എന്റെ സൗന്ദര്യമാണ് എന്റെ സംതൃപ്തി. എന്റെ കുടുംബത്തിന്റെ സന്തോഷമാണ് എന്റെ സംതൃപ്തി. ഇക്കോടെക് റോസ്റ്റഡ് മൈക്രോ പ്രോസസിംഗ് ഫിൽറ്റർ അഗ്മാക് ഇവ നിങ്ങളുടെ സംതൃപ്തിയെ ഏറ്റവും മികച്ചതാക്കുന്നു. സംതൃപ്തി 100% പ്യൂർ കോക്കനട്ട് ഓയിൽ. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. അടുത്തതായി ഗഫൂർക്ക തട്ടുകടയുടെ ഒരു അടിപൊളി റെസിപ്പി. ഗഫൂർക്ക തട്ടുകട കുക്കറി ഷോയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തക്കാരക്കോഴി. അത്യുഗ്രൻ ഒരു വിഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് നമുക്ക് ചെയ്തു തരാൻ പോകുന്നത് ഗഫൂർക്ക തട്ടുകടയിലെ മാസ്റ്റർ ഷെഫായ മിസ്റ്റർ ബിജു ആണ്. അദ്ദേഹം ഇതിനോടൊപ്പം ഉണ്ട്. നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന്. ഹായ് ബിജു, തക്കാരക്കോഴി അല്ലേ? അപ്പൊ തക്കാരക്കോഴിക്ക് ആദ്യം നമ്മളൊരു മസാല ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് ആദ്യം ഷെഫ് നമുക്ക് പറഞ്ഞു തരും. ഒരു കോഴിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ചൂടായി കഴിയുമ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ അതിനകത്ത് ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, അതൊന്ന് സോട്ടായി. അതിനുശേഷം പച്ചമുളക് 1/2 ടീസ്പൂൺ വട്ടത്തിലരിഞ്ഞതാണ്, വട്ടത്തിലരിഞ്ഞ ചില്ലി. ഇഞ്ചി ഒരു 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതിനകത്തേക്ക് ആഡ് ചെയ്തു. 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കൊത്തി എരിഞ്ഞത്, അത് നന്നായിട്ട് സോർട്ട് ചെയ്യാണ്. എത്ര? 1 ടേബിൾ സ്പൂൺ. തക്കാളി. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇപ്പം മതിയോ? പെപ്പർ, അത് ഇവിടെ പൊടിച്ച് എടുത്ത പെപ്പറാണ്. അത് ഏകദേശം എത്ര വേണം? ശകലം എരിവിന്. ആ കുരുമുളകിന്റെ സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ടല്ലേ? മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനുള്ളിൽ സ്റ്റഫ് ചെയ്യേണ്ടതാണ്. ഇനി ഈ മസാല നമ്മൾ ഈ ചിക്കനകത്ത് സ്റ്റഫ് ചെയ്യും. ഫുള്ള് ഉള്ളിശോകം കണ്ടല്ലോ, നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന് കൂടെ ഒരു മുട്ട, പുഴുങ്ങി വെച്ചൊരു മുട്ട, ആ മുട്ട കൂടി ഞങ്ങൾ ഇതിലേക്ക്. തക്കാരക്കോഴിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നിറയ്ക്കുന്നു ആ മസാല. പുറമേക്കൊരു മസാല നമുക്ക് വേണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാ നീര്, ഒരു കോഴിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെപ്പർ, വെളുത്തുള്ളി ചതച്ചത് അതും 1 ടീസ്പൂൺ, ജിഞ്ചർ ചതച്ചത് 1 ടീസ്പൂൺ, ഗഫൂർക്ക സ്പെഷ്യൽ മസാല, തക്കാരക്കോഴിക്ക് ആവശ്യമായിട്ടുള്ള മസാല, അത് ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത് അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. മസാല റെഡി ആയി കഴിഞ്ഞു. തക്കാരക്കോഴിക്ക് പുറത്ത് മാഗ്നേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയായി. ഇനി അത് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ തക്കാരക്കോഴി നല്ല മസാലയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി അത് നമ്മൾ എന്താ ചെയ്യാം? ചുറ്റിക്കെട്ടണം. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നന്നായിട്ട് മസാല അകത്തും പുറത്തും മാഗ്നേറ്റ് ചെയ്ത് വെച്ച് തക്കാരക്കോഴി ഏകദേശം 15 മിനിറ്റോളം നമ്മൾ മാഗ്നേറ്റ് ചെയ്തു. അതിനുശേഷം അത് അലുമിനിയം ഫോയിൽ 2 പ്രാവശ്യം റാപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിന് ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയാണ്. അതിനകത്ത് വെച്ച് കുറച്ച് മതി, വളരെ കുറച്ച്. ഹെൽത്തി ഡിഷാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് എണ്ണ ചൂടായി. ഇനി ഇതിനെ അതിനുശേഷം മൂടി വെച്ച് കഴിക്കുക. ഏകദേശം ഒരു 20 മിനിറ്റോളം വേണ്ടി വരും അല്ലേ? മറിച്ചും തിരിച്ചുവിട്ട്
വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം അല്ല, മുഴുവനായിട്ട് റെഡി. 20 മിനിറ്റോളം നമ്മളത് അങ്ങനെ മൂടി വെച്ച് വേവിച്ചു. ഇനി നമുക്ക് തുറക്കാം. കണ്ടോ, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. ശരിക്കും ഒരു ഇട്ടിവിട്ട് നാടൻ ഡിഷ്. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഫോക്കസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ മെയിൽ ID focus123@gmail.com. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരെ ബൈ. ഹോട്ടൽ ജോയ്സ് പാലസ് ഫോക്കസ്. This program is sponsored by Happy Land Water Theme Park, Tirunelveli. In association with Al-Falah Group of Hotels, Hotel Dubai International, Periyar Rice, Samson and Sons, Builders and Developers, Trivandrum. സംതൃപ്തി 100% pure coconut oil. പവിഴം റൈസ് ബ്രാൻ ഓയിൽ.